Dear students, welcome to CE 303 Structural Analysis 2. Now we are discussing Module 5 Beams Curved in Plan. So next question. A curved cantilever beam AB in the form of a quadrant of a circle of radius r and having a uniform cross section is in horizontal plane carries a vertical load W at center C. Compute shear force, bending moment and twisting moment. Also sketch the variations of above quantities and determine the vertical deflection at the free end B. Okay. സോ നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിരുന്നത് വെർട്ടിക്കൽ ക്യാൻഡിലിവർ ബീം കർവ്ഡ് ആയിട്ടുള്ള ക്യാൻഡിലിവർ ബീമിൽ ഫ്രീ എൻഡിലൊരു കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഹിയർ കോൺസെൻട്രേറ്റർ ലോഡ് ഈസ് ആക്ടിങ് അറ്റ് ദ സെൻറ്റർ. സി എന്ന് പറഞ്ഞ സപ്പോർട്ട് സെൻട്രലാണ്. സോ വി ഹാവ് ഈ ഒരു ആംഗിൾ π/4 ആണ്, π/2 ആണ്. ഓക്കെ, സോ ഈ ഒരു ആംഗിൾ π/4 ആണ്. സെൻട്രൽ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ എത്ര വരും? π/4. ഓക്കെ, π/2 ആണ് നമ്മൾ ടോട്ടൽ. ക്വാഡ്രൻറ്റ് പറഞ്ഞാൽ ഒരു സെക്ഷൻ ക്വാഡ്രൻറ്റ് വരുന്നത് നമുക്ക് മാക്സിമം ആംഗിൾ π/2 ആണ്. സോ അതിൻ്റെ സെൻട്രൽ ഒരു ക്വാഡ്രൻ്റ് ആയിട്ടുള്ള കർവ്ഡ് ആയിട്ടുള്ള ക്യാൻഡിലിവർ ബീമിൻ്റെ സെൻട്രലാണ് കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഹിയർ ആംഗിൾ π/4. നമുക്കിവിടെ സാധാരണ നമ്മൾ സ്ട്രൈറ്റ് ബീമിനകത്തൊക്കെ നമുക്ക് എക്സ് ഡിസ്റ്റൻസ് ലീനിയർ മെഷർമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ബീംസ് ആണ്, അതുകൊണ്ട് ആംഗിൾ മെഷർമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് സെൻട്രൽ കോൺസെൻട്രേറ്റർ ലോഡ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ തീറ്റയുടെ വാല്യൂ π/4ലാണ് ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ബി എന്നുള്ളത് ഫ്രീ എൻഡ് ആണ്, സി എന്നുള്ളതാണ് സെൻട്രൽ മാർക്ക് ചെയ്തിട്ടുള്ളത്, അവിടെയാണ് കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മുടെ ഓപ്പൺ സർക്കിൾ ആണ്, ദാറ്റ് മീൻസ് ദ കോൺസെൻട്രേറ്റർ ലോഡ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് എ ഈസ് എ ഫിക്സ്ഡ് ആൻഡ് ദെൻ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇതിൻ്റെ റേഡിയസ് എന്നുള്ളത് ക്യാപിറ്റൽ ആർ ആണ്. സോ ഈ ഒരു ഡയമെൻഷനും ക്യാപിറ്റൽ ആർ തന്നെ. ഓക്കെ, സോ ഫസ്റ്റ് നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മളൊരു സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഫ്രീ എൻഡിൽ ലോഡൊന്നുമില്ല, ആകെ സെൻട്രലിൽ കോൺസെൻട്രേറ്റർ ലോഡ് മാത്രമേ ഉള്ളൂ. ഫ്രീ ആയിട്ടുള്ള ഇതാണ്. അവിടെ കോൺസെൻട്രേറ്റർ ലോഡ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് സ്ട്രെയിൻ എനർജി മെത്തേഡ് അല്ലെങ്കിൽ കാസ്റ്റിഗ്ലാനോസ് തിയറംസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടുത്തെ ഡിഫ്ലക്ഷനാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിനകത്ത് ലോഡ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കാസ്റ്റിഗ്ലാനോസ് തിയറം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാസ്റ്റിഗ്ലാനോസ് തിയറത്തിനകത്ത് ഡെൽറ്റ is equal to ∂u/∂p ആണ്. ഓക്കെ, അതായത് യു എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി, ടോട്ടൽ സ്ട്രെയിൻ എനർജീനെ വിത്ത് റെസ്പെക്ട് ടു ലോഡ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആ ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ കിട്ടും. അതായത് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഫ്രീ എൻഡിനകത്ത് ലോഡൊന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. സോ വി കൺസിഡർ since there is no concentrator load at the free end, apply a fictitious load, that is a dummy load of W0 is applied at the free end B. Then consider any point x on the beam at an angle theta from OB. So നമ്മളിവിടെ ഡിഫ്ലക്ഷൻ നമുക്ക് ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്രീ എൻഡിൽ ഒരു ലോഡും ആക്ട് ചെയ്യുന്നില്ല. സോ നമ്മളൊരു ഡമ്മി ലോഡ് W0 ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യും. അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. W0 ഈസ് ആക്ടിങ് അറ്റ് ദ ഫ്രീ എൻഡ്, ദാറ്റ് ഈസ് എ ഡമ്മി ലോഡ് W0. W0യുടെ വാല്യൂ 0 ആണ്. ഒരു ഡമ്മി ലോഡ് നമ്മൾ ആക്ട് ചെയ്യണം. നമുക്ക് ഈ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ലോഡ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു ഡമ്മി ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ നമ്മുടെ നേരത്തെ ഫിഗർ തന്നെ വരുന്നു വരക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ദാറ്റ് ഈസ് നമ്മൾ എക്സ് പോയിൻ്റ് കൺസിഡർ ചെയ്തു അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ ഫ്രം ദിസ് OB ലൈൻ. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ ട്രയാങ്കിൾ മാർക്ക് ചെയ്തു. സി എന്നാണ് പോയിൻ്റ്, ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ്, ദെൻ CB എന്നുള്ള ഈ ഡിസ്റ്റൻസ് ആണ് സ്മോൾ y. ഓക്കെ, നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത അതുപോലെ തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ട്രയാങ്കിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ്, നമ്മുടെ എക്സ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് y, ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് r. ദെൻ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ യൂസ് ചെയ്താൽ നമുക്ക് എക്സ് എന്നുള്ളത് നമ്മൾ ഇവിടെ CX ഈ ഒരു CX ആണ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ CX is equal to ടോട്ടൽ ഈ ഒരു ഡിസ്റ്റൻസ് r ആണ്. ഓക്കെ, ടോട്ടൽ ഈ ഒരു OX എന്നുള്ള ഡിസ്റ്റൻസ് r ആണ്. അതിൽ നിന്ന് ഈ ഒരു പോർഷന് നമുക്ക് മൈനസ് ചെയ്താൽ CXൻ്റെ വാല്യൂ കിട്ടും. ദെൻ ഈ ഒരു പോർഷൻ എന്നുള്ളത് ഇവിടെ ഇത് 6 ആണെങ്കിൽ
ഈ ഒരു പോർഷൻ എന്നുള്ളത് ആർ കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ദിസ് വൺ ആർ കോസ് തീറ്റ and this one r sin theta. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് ആർ കോസ് തീറ്റയാണ്. സോ ടോട്ടൽ ആറിൽ നിന്ന് ആർ കോസ് തീറ്റ മൈനസ് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ദാറ്റ് ഈസ് ആർ മൈനസ് ആർ കോസ് തീറ്റ ഈസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. സിമിലർലി വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി അല്ലേ. വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്താണ്, അതേ ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഷിയർ ഫോഴ്സ് വേരിയേഷൻ നോക്കാം. സോ ഇവിടെ നമ്മൾ ഒരു ഡമ്മി ലോഡ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ തീറ്റ എന്നുള്ള ആംഗിളിനകത്ത് ഒരു സെക്ഷനാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തീറ്റയുടെ വാല്യൂ 0 to π/4, അതായത് ഈ ഒരു പോർഷനകത്ത് ഏതെങ്കിലും ഈ സെക്ഷൻ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം, ഇവിടെ കൺസിഡർ ചെയ്യാം, ഈ ഒരു ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് വരാം. അപ്പോൾ ഈ റെഡ് ലൈൻ സെക്ഷൻ, ഈ ഒരു റെഡ് കാണിച്ചിരിക്കുന്ന സെക്ഷൻ ഈ ഒരു റീജിയനിലാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്നുള്ളത് 0 to π/4 വരെയുള്ള വാല്യൂ ആണ് അവിടെ തീറ്റയ്ക്ക് വരുന്നത്. കാരണം സെൻട്രലിലാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ 0 to π/4 വരെയുള്ള സെക്ഷനിൽ, അതായത് ഈ ഒരു റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നതാണ് 0 to π/4 റീജിയന്. ആൻഡ് ദിസ് ബ്ലൂ ആണ് π/4 to π/2. ഈ ഇത് π/2 ആണ്, ദിസ് ആംഗിൾ π/4 ആണ്. സോ π/4 to π/2ലുള്ള സെക്ഷനാണ് ഈ ഒരു x2 കാണിച്ചിരിക്കുന്നത്. ദെൻ 0 to π/4 വരെയുള്ള സെക്ഷനാണ് x1. സോ x1 എന്ന് പറഞ്ഞാൽ ആംഗിൾ 0 to π/4 ആണ്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഏതൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അവിടെ വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ് ആക്ടിങ് അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ലോഡ് 0 to π/4 വരെയുള്ള പോർഷനിൽ ആകെ W0 എന്നുള്ള ലോഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് എഫ് തീറ്റ ഇസ് ഈക്വൽ ടു W0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. തീറ്റയുടെ വാല്യൂ വരുന്നില്ല, ഓൺലി ഫോഴ്സ് മാത്രമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് സെക്ഷൻ x2 കൺസിഡർ ചെയ്യാണ്. x2ൻ്റെ വേരിയേഷൻ എന്നുള്ളത് π/4 മുതൽ π/2 വരെ. തീറ്റയുടെ വാല്യൂ π/4 വേരീസ് ഫ്രം π/4 to π/2. ആൻഡ് ഇൻ ദിസ് റീജിയൻ ദ ടോട്ടൽ ഷിയർ ഫോഴ്സ്, ദാറ്റ് ഈസ് ദ ടോട്ടൽ ലോഡ് ആക്ടിങ് ഓൺ ദിസ് റീജിയൻ ഈസ് W, ദാറ്റ് ഈസ് എഫ് തീറ്റ ഇസ് ഈക്വൽ ടു W. സോ ഈ ഒരു വേരിയേഷൻ വരുന്നത്, ഈ ഒരു ആംഗിൾ വേരി ചെയ്യുമ്പോൾ അവിടെ വരുന്ന മാക്സിമം ടോട്ടൽ ലോഡ് എന്നുള്ളത് W മാത്രമാണ്. അപ്പോൾ π/4 to π/2 റീജിയനിലുള്ള ഷിയർ ഫോഴ്സ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു W. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. അതുകൊണ്ട് 0 to π/4 to π/2ലെ ഷിയർ ഫോഴ്സ് W ആണ്. 0 to π/4 വരെയുള്ള പോർഷനിലുള്ള ഷിയർ ഫോഴ്സ് W0 ആണ്. സോ ഈ ഇത് വെച്ചിട്ട് നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ വേരിയേഷൻ വരക്കാം. ഇതാണ് നമ്മുടെ π/4 ആൻഡ് ദിസ് വൺ ഈസ് this total angle is π/2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യൽ 0 to, ഇതാണ് നമ്മുടെ ആംഗിൾ, ഇനീഷ്യൽ ആംഗിൾ ബി എന്ന് പറഞ്ഞ പോയിന്റ്. ദെൻ സി, ദിസ് ഇസ് വൺ എ. ഓക്കെ, അപ്പോൾ 0 to π/4 വരെ, 0 to π/4 വരെ ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു W0 ആണ്. W0 ഇസ് ആക്ച്വലി എ ഡമ്മി ലോഡ്, നോ ലോഡ്, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് W0 ഈക്വൽ ടു 0. Therefore 0 to π/4 വരെ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരെ ഷിയർ ഫോഴ്സ് വാല്യൂ 0 ആണ്. ദെൻ π/4 to π/2 ദ വാല്യൂ ഇസ് W. സോ π/4 മുതൽ π/2 വരെ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് W ആണ്, പ്ലസ് W ആണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ പ്ലസ് W. സോ ദിസ് ഈസ് ദ ഷിയർ ഫോഴ്സ് വേരിയേഷൻ അലോങ് ദിസ് മെമ്പർ. ഓക്കെ, ഹിയർ പ്ലസ് W ആൻഡ് ഹിയർ ദ വാല്യൂ ഇസ് 0. Okay, next bending moment and twisting moment, that is torsional moment. Twisting moment also known as torsional moment. So here also we consider as two part, that is section 1 angle varies from 0 to π/4 and in section 2 angle varies from π/4 to
pi by 2. So first we consider the angle varies from 0 to pi by 4. In this region, what is the value of m? That is m theta is equal to, we have bending moment is equal to force into perpendicular distance. പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ 0 to pi by 4 വരെയുള്ള റീജിയനാണ്. ദാറ്റ് ഈസ് ഈ റീജിയനിലുള്ള ബെൻഡിങ് മൊമെൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെർഫോർ മൊമെൻറ്റ് ലോഡ് ഈ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് W0 ആണ്. സോ W0 ഇൻറ്റു പെർപെൻഡിക്കുലർ ലോഡേ നമുക്കുള്ളൂ W0 ഈ ഒരു റീജിയനിൽ തീറ്റ പൈ ബൈ 4 0 to pi by 4 റീജിയനിൽ W0 എന്നുള്ള ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ W0 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് W0 ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദിസ് സെക്ഷൻ x ഈസ് ദിസ് സ്മോൾ x വാല്യൂ. സോ x ഈസ് ഗിവൺ, x നമ്മൾ എഴുതിയിട്ടുണ്ട് എത്രയായിരുന്നു, r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, x ഈക്വൽ ടു r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. സോറി, എക്സ് അല്ല, നമുക്ക് y ആണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഹിയർ, ഇവിടെയാണ് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നത്. ദെൻ ലൈൻ ഓഫ് ആക്ഷൻ ദിസ് വൺ ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ സെക്ഷൻ എക്സിലേക്കാണ് മൊമെൻ്റ് എടുക്കുന്നത്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ദിസ് y, സ്മോൾ y. സോ സ്മോൾ y ഈസ് ഗിവൺ r ഇൻറ്റു സൈൻ തീറ്റ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് എ ഹോഗിങ് മൊമെൻറ്റ്. ഇവിടെ താഴേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സെക്ഷൻ എക്സ് എന്നുള്ള സെക്ഷനിലേക്കാണ് മൊമെൻ്റ് എടുക്കുന്നത്. സോ we will get a hogging moment that is negative. Therefore, m theta is equal to minus W0 into r sin theta. This is dependent on value of theta. Similarly, t theta, that is the variation of torsional moment. So, torsional moment il load into parallel distance aanu nammal consider cheyyunnathu. So, this is load W0. Then parallel distance is this small x value. Small x is r into 1 minus cos theta. So substitute minus W0 into r into 1 minus cos theta. Here torsional moment also acting a hogging moment, so it is also a negative in sign. So we get the value of m theta and t theta. Then for finding the deflection, we need first derivative of torsional moment as well as bending moment with respect to W0. So ഈ m0 ഇക്വേഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു W0. So dm theta by dW0 is equal to minus r sin theta. Similarly, torsional momentൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു W0 is equal to minus r into 1 minus cos theta. വിത്ത് റെസ്പെക്ട് ടു W0 ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ r into sin theta കോൺസ്റ്റൻ്റ് ആണ്. സോ r into sin theta കോൺസ്റ്റൻ്റ് എടുക്കും. W0നെ വിത്ത് റെസ്പെക്ട് ടു W0 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ we will get 1. സോ മൈനസ് r sin theta എന്ന് വരും. അതുപോലെ സെക്കൻഡ് ടി തീറ്റയുടെ ഇക്വേഷനകത്തും മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു. ഇതിനുള്ള ടേം W0 മാത്രമേ ഉള്ളൂ. W0നെ വിത്ത് റെസ്പെക്ട് ടു W0 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 1, ദാറ്റ് ഈസ് മൈനസ് ആർ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു 1. സോ വി വിൽ ഗെറ്റ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടോർഷണൽ മൊമെൻറ്റ് ആസ് വെൽ ആസ് ബെൻഡിങ് മൊമെൻറ്റ്. ദെൻ നെക്സ്റ്റ് കൺസിഡർ ദ സെക്ഷൻ 2. ഇൻ സെക്ഷൻ 2 ദ ആംഗിൾ വേരീസ് ഫ്രം pi by 4 to pi by 2. The angle theta value varies from pi by 4 to pi by 2. When we consider this section, the load acting is W0 as well as W. Okay, so ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഇത്രയും പോർഷനകത്തുള്ള ലോഡ്, രണ്ട് ലോഡും അവിടെ വരുന്നുണ്ട്. അത് രണ്ട് ലോഡും കാരണമുള്ള മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, മൊമെൻ്റ് ആണ്, സോ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ W0 ഇൻറ്റു ഡിസ്റ്റൻസ് r sin theta. W0 ഇൻറ്റു r sin theta. വൈയുടെ വാല്യൂ ഒന്നും ചേഞ്ച് വരില്ല, r sin theta. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വരുന്നത് അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വരുന്നത്. W0 ഇൻറ്റു r sin theta എന്നുള്ളത് ഈ ഒരു സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. വൈയുടെ വാല്യൂ ആണ് r sin theta. ദെൻ ഈ ഒരു തീറ്റ നമ്മൾ ഈ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ, ഇഫ് തീറ്റ ഈസ് ദിസ് വൺ, നെക്സ്റ്റ് നമ്മൾ ഇവിടുത്തെ സെക്ഷനാണ് എടുക്കുന്നത്. സോ തീറ്റ എന്നുള്ളത് ഈ ഒരു ടോട്ടൽ വാല്യൂ, ഈ ആംഗിളാണ്. ദെൻ വൈയുടെ വാല്യൂ വരുമ്പോൾ W ഇൻറ്റു r ഇൻറ്റു സൈൻ തീറ്റ മൈനസ് പൈ ബൈ 4. നമുക്ക് വേണ്ട ആംഗിൾ ഈ ഒരു ആംഗിളാണ്.
സോ ടോട്ടൽ തീറ്റയിൽ നിന്ന് ദിസ് π/4 മൈനസ് ചെയ്യാം. ഇതാണ് നമ്മുടെ π/4. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആംഗിൾ ഈ ഒരു ആംഗിളാണ്. സോ ടോട്ടൽ തീറ്റയിൽ നിന്ന് π/4 മൈനസ് ചെയ്താലാണ് നമുക്ക് ഈ ആംഗിൾ കിട്ടുക. സോ ഹിയർ ഇക്വേഷൻ ഓഫ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു -W0 ഇൻറ്റു ആർ സൈൻ തീറ്റ. അത് ഈ ഒരു ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് y, ഇതുവരെയുള്ള y. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് സെക്ഷനാണോ അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് y എന്ന് വരുന്നത്. സോ -W0 ഇൻറ്റു ആർ സൈൻ തീറ്റ. ദെൻ ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന ഈ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് W സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് π/4 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. സോ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേ വരുള്ളൂ. അതായത് നമ്മളെ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് തീറ്റ വരുന്നത്. സോ ഹിയർ -W ഇൻറ്റു ആർ ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ മൈനസ് π/4 വരും. ആംഗിൾ ചേഞ്ച് ചെയ്യും. തീറ്റ മൈനസ് π/4 എന്ന് കൊടുക്കണം. സിമിലർലി അതുപോലെ തന്നെ ടോർഷണൽ മൊമെൻറ്റ് പാരലൽ ഡിസ്റ്റൻസ് എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഹിയർ ഡ്യൂ ടു W0 -W0 ഇൻറ്റു ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ദെൻ ഡ്യൂ ടു ദി സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് -WR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ മൈനസ് π/4. നമ്മുടെ തീറ്റയ്ക്ക് പകരം തീറ്റ മൈനസ് π/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ നമുക്ക് എം തീറ്റയുടെ വാല്യൂ അത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടി, ടോർഷണൽ മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടി. വെൻ ദ ആംഗിൾ വേരീസ് ഫ്രം π/4 ടു π/2. നെക്സ്റ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി വെക്കാം. സോ ഫസ്റ്റ് dm തീറ്റ ബൈ dW0. സോ W0 എന്നുള്ള ടേം വരുന്നത് ഈ ഫസ്റ്റ് ടേമിലാണ്. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു W0 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ആ സൈൻ തീറ്റ ഔട്ട് സൈഡ് എടുക്കും. ദെൻ ഇൻറ്റു W0യുടെ ഡിഫറൻഷ്യൽ 1 ആണ്. ദെൻ സെക്കൻഡ് ടേം കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ടേമിനകത്ത് എല്ലാം കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. W0ൻ്റെ ടേം ഇല്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യൽ നമുക്കറിയാം 0 ആണ്. അങ്ങനെയാണ് നമുക്ക് -r സൈൻ തീറ്റ എന്ന് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടോർഷണൽ മൊമെൻറ്റ് എടുക്കുമ്പോൾ ടോർഷണൽ മൊമെൻറ്റിൻ്റെയും ഫസ്റ്റ് ടേമിൽ മാത്രമേ W0 ഉള്ളൂ. സോ ആ ടേം മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൽ മതി. സെക്കൻഡ് ടേമിനകത്ത് W0 ടേം ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് വരും. അതുകൊണ്ട് സെക്കൻഡ് ടേം വരില്ല. ഫസ്റ്റ് ടേമിൽ നമ്മൾ -r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു. ദെൻ നമുക്ക് W0നെ വിത്ത് റെസ്പെക്ട് ടു W0 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. So we will get dt theta by dW0 is equal to -r into 1 minus cos theta. സോ ഇങ്ങനെയാണ് ടോർഷണൽ മൊമെൻറ്റിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻ വരുന്നത്. ദെൻ നിങ്ങൾ ഇതിൻ്റെ വേരിയേഷൻ ഫിഗർ ഒന്ന് വരക്കുക, എന്നിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഷിയർ ഫോഴ്സിൻ്റെ വേരിയേഷൻ ഞാൻ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെയും വേരിയേഷൻ ഫിഗർ, ബെൻഡിങ് മൊമെൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് വേരിയേഷനും ബെൻഡിങ് മൊമെൻറ്റ് വേരിയേഷൻ്റെ ഫിഗർ നിങ്ങളൊന്ന് ജസ്റ്റ് സ്കെച്ച് വരക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷനകത്ത് നമ്മുടെ ഇത് 0 to π/4 ആണ്. അപ്പോൾ ഇക്വേഷനകത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേരിയേഷൻ നോക്കുക. ദെൻ ഈ ഇക്വേഷനകത്ത് π/4ഉം π/2ഉം ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വേരിയേഷൻ കിട്ടും. ഈ ഒരു π/4ലെ വേരിയേഷന് π/2ലെ വേരിയേഷൻ, എൻഡിലുള്ള 3 വേരിയേഷൻസ് എങ്ങനെയാണ് നോക്കുക, അതിനനുസരിച്ചിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫിഗേഴ്സ് സ്കെച്ച് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ്. സോ കാസ്റ്റിഗ്ലാനോസ് തിയറം, ദാറ്റ് മീൻസ് സ്ട്രെയിൻ എനർജി മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ്. സോ ഈ ഒരു കേസിനകത്ത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡമ്മി ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫ്രീ എൻഡിൽ. നമുക്കറിയാം സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ m തീറ്റ സ്ക്വയർ ബൈ 2EI ds ഇസ് പ്ലസ് ഇൻ്റഗ്രൽ t സ്ക്വയർ ബൈ 2GJ ഇൻറ്റു ds. ദിസ് ഇസ് അവർ സ്ട്രെയിൻ എനർജി. ബട്ട് ഡിഫ്ലക്ഷൻ അണ്ടർ ദ ലോഡ് W0, ദാറ്റ് മീൻസ് അറ്റ് ദ ഫ്രീ എൻഡ് is equal to, it is the derivative of strain energy, first derivative of strain energy with respect to that load W0, that is delta is equal to dou u by dou W0. Then ഇതാണ് നമ്മുടെ യുവിൻ്റെ ഇക്വേഷൻ. അതിനെ വിത്ത് റെസ്പെക്ട് ടു W0 കൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ദിസ് ഇക്വേഷൻ ചേഞ്ചസ് ടു ഡെൽറ്റ ഇസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു W0 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ m തീറ്റ m സ്ക്വയർ എന്നുണ്ട്, m സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2m എന്ന് വരും. സോ 2m തീറ്റ ബൈ 2EI ഇസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു നമ്മൾ എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു W0 കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ 2m ഇൻറ്റു ഡോ m തീറ്റ ബൈ ഡോ W0 ഇൻറ്റു ds എന്ന് വരും. ഓക്കെ, നമ്മൾ ആ ഒരു ഇതിനെ കൊണ്ട് തന്നെയല്ല, ആ ഒരു വേരിയബിളിനെ കൊണ്ട് തന്നെയല്ല ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, വേറൊരു വേരിയബിളിനെ കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ m സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2m ഇൻറ്റു ഡോ m ബൈ ഡോ W എന്ന് വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
സിമിലർലി നെക്സ്റ്റ് സെക്കൻഡ് ടേമിനകത്ത് 1/2gj ഇൻറ്റു 1/2gj കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2t എന്ന് വരും ഇൻറ്റു .t/.w0. കാരണം w0നെ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് w0. ദെർഫോർ ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2t ഇൻറ്റു .t/.w0 എന്ന് വരും. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിഫ്ലക്ഷൻ ഇക്വേഷന് ഇതാണ്. ഓക്കെ, ഇവിടെ ഇനി 2 ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 എന്ന് ടേം ഉണ്ട്. സോ അത് ക്യാൻസൽ ചെയ്യാം. സോ അവർ ഇക്വേഷൻ ചേഞ്ചസ് ടു ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2. നമ്മുടെ വേരിയേഷൻ വരുന്ന തീറ്റയുടെ വേരിയേഷൻ വരുന്നത് ഇൻ്റഗ്രൽ 0 to π/2 m സഫിക്സ് തീറ്റ ബൈ EI ഇൻറ്റു m θ/w0 ഇൻറ്റു ds പ്ലസ് ഇൻ്റഗ്രൽ 0 to π/2 t θ/gj ഇൻറ്റു t θ/w0 ഇൻറ്റു ds. ഓക്കെ, ദെൻ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് m θ അറിയണം, m θ/w0 അറിയണം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം w0 എന്നുള്ളത് നമ്മൾ ഒരു അപ്ലൈ ചെയ്ത ഡമ്മി ലോഡാണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനകത്ത് w0ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള റെഡ്യൂസ് ആയിട്ടുള്ള ഇക്വേഷൻ വേണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ആ m θ/w0 ഇല്ലേ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ w0ൻ്റെ ടേമിലുള്ള ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്, m θയും t θയും ഒക്കെ. സോ ഇനി നമുക്ക് ആ w0ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷൻ വാല്യൂ അപ്ലൈ ചെയ്യുക, എന്നാൽ മാത്രമേ റെഡ്യൂസ് ചെയ്യുള്ളൂ നമ്മുടെ ഇക്വേഷൻ. സോ ഫസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻസ് ഒന്നുകൂടെ എഴുതാം. So when theta varies from 0 to π/4, m theta is equal to minus w0 into r sin theta ആയിരുന്നു. അതിൽ w0ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ the equation m is equal to 0 എന്ന് കിട്ടും. അതുപോലെ t theta also w0 into r into 1 minus cos theta ആണ്. സോ w0ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get t theta equal to 0. സോ 0 to π/4 എന്നുള്ള ആംഗിൾ വേരിയേഷനിൽ ബെൻഡിങ് മൊമെൻറ്റും ടോർഷണൽ മൊമെൻറ്റും 0 ആണ്. എമ്മിൻ്റെ വാല്യൂ 0 ആണ്, ടിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് 0 to π/2, നമ്മുടെ ടോട്ടൽ ലിമിറ്റ് 0 to π/2 ആയിരുന്നു. അതിനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആണ് ചെയ്യുന്നത്. 0 to π/4 പ്ലസ് π/4 to π/2. കാരണം നമ്മുടെ എമ്മിൻ്റെയും ടീൻ്റെയും വേരിയേഷൻ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ 0 to π/4 ചെയ്യും. ദെൻ ഇൻ്റഗ്രൽ π/4 to π/2 അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബട്ട് ഹിയർ 0 to π/4 എന്നുള്ള റീജിയനിൽ എമ്മിൻ്റെ വാല്യൂ 0 ആണ്, ടിയുടെ വാല്യൂ 0 ആണ്. സോ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇൻ്റഗ്രൽ 0 to π/2ന് ടോട്ടൽ വേരിയേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പകരം നമുക്ക് π/4 to π/2 ഉള്ള വേരിയേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബിക്കോസ് 0 to π/4 ഉള്ള വേരിയേഷനിൽ മൊമെൻറ്റിൻ്റെ വാല്യൂ ടോർഷണൽ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. സോ നെക്സ്റ്റ് നമ്മുടെ ഇൻ്റഗ്രൽ ചേഞ്ച് ചെയ്തു π/4 to π/2. ഓക്കെ, നോട്ട് ചെയ്യാം. ദെൻ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആംഗിൾ വേരിയേഷന് π/4 to π/2 ആണ്. ആംഗിൾ varies from π/4 to π/2. സോ നമ്മൾ m തീറ്റയുടെ വാല്യൂ മൈനസ് w0 r സൈൻ തീറ്റ മൈനസ് wr ഇൻറ്റു സൈൻ തീറ്റ മൈനസ് π/4 ആയിരുന്നു. അതിൽ നമ്മൾ w0ക്ക് 0 കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് ഫസ്റ്റ് ടേം ക്യാൻസൽ ആയിപ്പോയി. ദെൻ സെക്കൻഡ് ടേം മൈനസ് wr ഇൻറ്റു സൈൻ തീറ്റ മൈനസ് π/4. ഇതാണ് നമ്മുടെ m തീറ്റ. സിമിലർലി t തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് w0 ഇൻറ്റു r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ മൈനസ് wr ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ മൈനസ് π/4. സോ ഇവിടെയും w0ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് മൈനസ് wr ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ മൈനസ് π/4 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു വാല്യൂസ് ഇനി m θ/w0 എഴുതാം. അത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. m θ/w0 ഈസ് മൈനസ് r സൈൻ തീറ്റ ആൻഡ് t θ/w0 ഈസ് മൈനസ് r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇത് നമ്മൾ w0ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരിക്കലും ഡിഫറൻഷ്യേറ്റ് എടുക്കരുത്. ആദ്യം നമ്മൾ ഇനീഷ്യലി എഴുതിയിട്ടുണ്ടല്ലോ, w0ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് ടേംസ് ഒന്നും ഉണ്ടാവില്ല. കാരണം എമ്മിൻ്റെ വാല്യൂ ഇവിടെ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ ഒരു ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് w0ൻ്റെ ടേം ഇല്ല. അതുകൊണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഡിഫറൻഷ്യേറ്റ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഡിഫറൻഷ്യേറ്റ് എടുക്കാൻ നിന്നാൽ നമുക്ക് തെറ്റിപ്പോകും. കാരണം ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് w0യുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷനാണിത്. ഇതിനകത്ത് w0 എന്നുള്ള ടേം ഇല്ല. ഇതിനെ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടില്ല. കാരണം ഇതിനകത്ത് w0 എന്നുള്ള ടേം ഇല്ലല്ലോ. സോ അതിന് മുമ്പ് വേണം, അതായത് നമ്മൾ ഇനീഷ്യൽ ഇക്വേഷനകത്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഓൾറെഡി ആദ്യം എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങോട്ടൊന്ന് എഴുതി. ദെൻ വി ഹാവ് ds is equal to r d theta. സോ നമ്മൾ എല്ലാ വാല്യൂസും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 1. So we will get delta is equal to 1 by EI into integral നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്തു 0 to π/4
2 ആയിരുന്നു നമ്മുടെ 0 to π/2നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് π/2 to π/4 മാത്രമായി. കാരണം 0 to π/4 എന്നുള്ള വാല്യൂവിൽ π/4 to π/2 0 to π/2നെ നമ്മൾ 0 to π/4 പ്ലസ് ഇൻ്റഗ്രൽ π/4 to π/2 സ്പ്ലിറ്റ് ആക്കും, ആഡ് ചെയ്യാൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കിയിട്ട്. ബട്ട് 0 to π/4 എന്നുള്ള റീജിയനിൽ നമുക്ക് മൊമെൻറ്റിൻ്റെ വാല്യൂം ടിയുടെ വാല്യൂം ടോർഷണൽ മൊമെൻറ്റ് വാല്യൂം രണ്ടും 0 ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ചേഞ്ചസ് ടു ഇൻ്റഗ്രൽ 0 to π/2 ചേഞ്ചസ് ടു ഇൻ്റഗ്രൽ π/4 to π/2. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻ്റഗ്രൽ π/4 to π/2 ആണ് ഇനി എടുക്കുന്നത്. സോ ഇക്വേഷൻ എഴുതി ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/a ഔട്ട്സൈഡ് എടുത്തു, ഇൻ്റഗ്രൽ π/4 to π/2 എം തീറ്റയുടെ വാല്യൂ എഴുതി -WR ഇൻറ്റു സൈൻ തീറ്റ മൈനസ് π/4, ദെൻ ഡോ എം തീറ്റ ബൈ ഡോ W0യുടെ വാല്യൂ എഴുതി -R സൈൻ തീറ്റ, ദെൻ ദിസ് ഈസ് ഡി എസിൻ്റെ വാല്യൂ ആണ് R d തീറ്റ പ്ലസ് 1/GJ ഇൻറ്റു ഔട്ട്സൈഡ് എടുത്തു, ദെൻ ഇത് ടി തീറ്റയുടെ വാല്യൂ ആണ് -WR ഇൻറ്റു 1 - കോസ് തീറ്റ മൈനസ് π/4, ദെൻ ദിസ് ഈസ് d ടി തീറ്റ ബൈ dW0, ദെൻ ദിസ് ഈസ് DS. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇവിടെ ഒരു W ഔട്ട്സൈഡ് എടുക്കാം. നമുക്ക് കോൺസ്റ്റൻറ്റ് ടേംസ് എല്ലാം നമ്മൾ ഔട്ട്സൈഡ് എടുക്കുക. തീറ്റനെ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സി ഹിയർ -WR ഇൻറ്റു ഹിയർ ഓൾസോ ഒരു R, ഇവിടെ ഒരു R ഉണ്ട്. സോ ടോട്ടൽ ദെൻ ഇത് ഈസ് മൈനസ് ആൻഡ് ഇത് ഈസ് മൈനസ് വിൽ ബി ഗെറ്റ് പോസിറ്റീവ്. സോ W ഇൻറ്റു R³ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. അതുപോലെ സെക്കൻഡ് ടേമിനകത്തും W ഇൻറ്റു R³ ഉണ്ട്. ഇവിടെ -WR ഇൻറ്റു -R ഇൻറ്റു -R, ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി WR ഇൻറ്റു R ദാറ്റ് ഈസ് WR³ ബൈ GJ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. സോ ഇക്വേഷൻ ചേഞ്ചസ് ടു ഡെൽറ്റ ഈസ് ഈക്വൽ ടു WR³ ബൈ EI ഇൻ്റഗ്രൽ π/4 to π/2 സൈൻ തീറ്റ മൈനസ് π/4 ഇൻറ്റു സൈൻ തീറ്റ d തീറ്റ പ്ലസ് WR³ ബൈ GJ ഇൻറ്റു ഇൻ്റഗ്രൽ π/4 to π/2 1 - കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ മൈനസ് π/4 പ്ലസ് കോസ് തീറ്റ മൈനസ് π/4 ഇൻറ്റു കോസ് തീറ്റ d തീറ്റ വരും. ഇവിടെ സെക്കൻഡ് ഇക്വേഷനകത്ത് ഇത്രയും ടേംസ് വന്നത് ഇവിടെ 1 - കോസ് തീറ്റ മൈനസ് π/4 ഇൻറ്റു 1 - കോസ് തീറ്റ വരും. ദാറ്റ് ഈസ് a മൈനസ് ബി ഇൻറ്റു സി മൈനസ് ഡി എന്നുള്ള ടേം പോലെയാണ് വരുന്നത്. a - b ഇൻറ്റു സി മൈനസ് ഡി എന്നുള്ള ടേം പോലെയാണ് വരുന്നത്. സോ ഇതിന് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യില്ല, ബ്രാക്കറ്റ് എ സി ചെയ്യും, ദെൻ a ഇൻറ്റു ഡി ചെയ്യും, ദെൻ b ഇൻറ്റു സി, b ഇൻറ്റു ഡി, അങ്ങനെ നമുക്ക് 4 ടേംസ് വരും. അതുപോലെയാണ് നമ്മൾ ഈ ഒരു 1 - കോസ് തീറ്റ മൈനസ് π/4, ഇത് a ഇത് b, ഈ ഒരു 1 ഒരു c, കോസ് തീറ്റ എന്നുള്ള d. അപ്പോൾ 1 - കോസ് തീറ്റ മൈനസ് π/4 ഇൻറ്റു 1 - കോസ് തീറ്റനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ദാറ്റ് ഈസ് 4 ടേംസ് വരും. ഇതുപോലെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യില്ലേ, a ഇൻറ്റു സി മൈനസ് b ഇൻറ്റു സി മൈനസ് പ്ലസ് a ഇൻറ്റു ഡി പ്ലസ് പ്ലസ് ബി ഡി, അങ്ങനെ 4 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്കിവിടെ 4 ടേംസ് വരുന്നത്. 1 - കോസ് തീറ്റ മൈനസ് π/4 പ്ലസ് കോസ് തീറ്റ മൈനസ് π/4 ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. സൈനിൻ്റെ 2 ടേം ഉണ്ട്. അപ്പോൾ സൈൻ എ സൈൻ ബിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രൊഡക്റ്റ് റൂളൊക്കെ അതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ ഇതിനെ 2 ടേംസ് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷന് യൂസ് ചെയ്യാം. സോ നമുക്ക് കുറച്ച് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഉണ്ട്. സൈൻ എ സൈൻ ബി ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1/2 ഇൻറ്റു അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ 2 നമ്മുടെ ടേംസ് 2 സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലസ് എന്നുള്ള ടേംസിൽ വരുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. അതുപോലെ ഇവിടെ സെക്കൻഡ് ടേംസിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 - കോസ് തീറ്റ അതൊന്നും കുഴപ്പമില്ല, കോസ് തീറ്റ മൈനസ് π/4 കുഴപ്പമില്ല. ബട്ട് ഹിയർ ഓൾസോ കോസ് തീറ്റ മൈനസ് π/4 ഇൻറ്റു കോസ് തീറ്റ, ഇവിടെ 2 കോസ് ടേം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യണം. So we have sin A sin B is equal to 1/2 into cos A minus B minus cos A plus B. Also cos A cos B is equal to 1/2 into cos A plus B plus cos A minus B. So ഈ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ sin A sin B sin തീറ്റ മൈനസ് π/4 ഇൻറ്റു സൈൻ തീറ്റനെയും കോസ് തീറ്റ മൈനസ് π/4 ഇൻറ്റു കോസ് തീറ്റനെയും കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊരു അഡീഷൻ ടേംസ് ആണ്. അപ്പം അതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കോസിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം സൈന്, അതുപോലെ എല്ലാ ടേംസും കോസാണ്. സോ കോസിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം സൈനാണ്. ദെൻ മൈനസ് സൈൻ, അങ്ങനെ 2 ടേംസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്യും. സോ നമ്മുടെ ഇക്വേഷനകത്തുള്ള ടേം എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ മൈനസ് π/4 ഇൻറ്റു സൈൻ തീറ്റയാണ്. സോ ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. എ എന്നുള്ളത് തീറ്റ മൈനസ് π/4 ആണ്, ബി എന്നുള്ളത് തീറ്റയാണ്. സോ നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുക 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി, ദാറ്റ് ഈസ് തീറ്റ മൈനസ് π/4 മൈനസ് തീറ്റ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. സോ കോസ് തീറ്റ മൈനസ് π/4 പ്ലസ് തീറ്റ. സോ ഇത് റെഡ്യൂസ് ചെയ്യും, ഇവിടെ തീറ്റയും ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് കോസ് മൈനസ് π/4 വരും. കോസ് മൈനസ് π/4 കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ തന്നെയാണ്. ഓക്കെ, കോസ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു cos theta itself. So cos minus π/4 is equal to cos π/4, then minus ഇവിടെ തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ, സോ കോസ് 2 തീറ്റ മൈനസ് π/4. നമ്മുടെ ഇക്വേഷനെ 2 ടേംസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. സിമിലർലി നെക്സ്റ്റ് ടേംസിനകത്ത് സെക്കൻഡ് ടേമിനകത്ത് നമുക്ക് അങ്ങനെ കോസ് എ മൈനസ് കോസ് എ കോസ് ബി എന്നുള്ള ടേം ഉണ്ട്. സോ കോസ് എ എന്നുള്ളത് തീറ്റ മൈനസ് π/4, ബി എന്നുള്ളത് തീറ്റ. സോ കോസ് എ കോസ് ബി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റ മൈനസ് π/4 പ്ലസ് തീറ്റ വരും. സോ ഇവിടെ തീറ്റ ആഡ് ചെയ്യും, ദാറ്റ് ഈസ് 2 തീറ്റ മൈനസ് π/4 വരും. ദെൻ സെക്കൻഡ് ടേം കോസ് തീറ്റ മൈനസ് π/4 ഇൻറ്റു മൈനസ് തീറ്റ, സോ തീറ്റ മൈനസ് തീറ്റ ക്യാൻസൽ ചെയ്യും. ദെൻ കോസ് മൈനസ് π/4 എന്ന ടേം വരും, ദാറ്റ് ഈസ് ഇക്വേഷൻ റെഡ്യൂസസ് ടു 1/2 ഇൻറ്റു കോസ് ഇൻറ്റു 2 തീറ്റ മൈനസ് π/4 പ്ലസ് കോസ് π/4 എന്ന് കിട്ടും. ദെൻ നമുക്ക് ഈ വാല്യൂസ് ഇപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് 2 ടേംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore, delta is equal to WR cube by EI integral π/4 to π/2, then 1/2 into sin theta minus π/4 into sin theta ആയിരുന്നു. അതിന് നമ്മൾ 2 സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് എഴുതി. 1/2 into cos π/4 minus cos 2 theta minus π/4 d theta plus WR cube by GJ into π/4 to π/2 integral π/4 to π/2 1 minus cos theta minus π/4. ഇവിടെ വരെ സെയിം ടേം തന്നെ, പ്ലസ് ഇവിടുത്തെ നമ്മൾ കോസ് തീറ്റ മൈനസ് π/4 ഇൻറ്റു കോസ് തീറ്റാനെ നമ്മൾ ഡിവൈഡ് 2 ടേമായിട്ട് കൺവേർട്ട് ചെയ്തു. 1/2 ഇൻറ്റു കോസ് 2 തീറ്റ മൈനസ് π/4 പ്ലസ് കോസ് π/4 ഇൻറ്റു ഡി തീറ്റ. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഓരോ ടേം എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഈ ഒരു ടേം എടുക്കുമ്പോൾ 1/2 നമുക്ക് കോമൺ 1/2 ഔട്ട് സൈഡ് എടുക്കാം. ദെൻ ഈ ഒരു ടേമിനകത്ത് കോസ് π/4 എന്നുള്ളത് ഒരു വാല്യൂ ആണ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് തീറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ തീറ്റ എന്ന് വരും. ദെൻ ഇവിടെ കോസിൻ്റെ ഇൻ്റഗ്രലാണ്, കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണ് വരുന്നത്. ഓക്കെ, കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ വരും. സോ ഇവിടെ സൈൻ എക്സിന് പകരം ഇവിടെ 2 തീറ്റ മൈനസ് π/4 ആണ്. ഓക്കെ, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. സോ ഇവിടെ സൈൻ കോസ് 2 തീറ്റ മൈനസ് π/4 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ നമ്മളിവിടെ 2x ആണെങ്കിൽ ബൈ 2 ചെയ്യൂലേ, എ എക്സ് പ്ലസ് ബീൻ്റെ കോസ് എ എക്സ് പ്ലസ് ബീൻ്റെ ഇൻ്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി ബൈ 2 എന്ന് വരും. അതായത് തീറ്റയുടെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ഏതാ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇക്വേഷൻ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു WR³ ബൈ 2EI ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ നമുക്ക് കോസ് π/4 കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ തീറ്റ എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ടേം കോസ് 2 തീറ്റ മൈനസ് π/4 ആയിരുന്നു, അതിൻ്റെ സൈൻ 2 തീറ്റ മൈനസ് π/4 ഹോൾ ഡിവൈഡഡ് ബൈ 2. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കാം. സിമിലർലി ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനകത്തുള്ളത് WR³ ബൈ GJ ഇൻറ്റു 1ൻ്റെ ഇൻ്റഗ്രൽ തീറ്റ വരും, കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ സൈൻ തീറ്റ വരും, കോസ് തീറ്റ മൈനസ് π/4ൻ്റെ ഇൻ്റഗ്രൽ സൈൻ തീറ്റ മൈനസ് π/4 വരും. ഇവിടെ തീറ്റ എന്നുള്ള ഒറ്റ ടേം തന്നെയാണ്. സോ അതിൻ്റെ ഡിവൈഡഡ് ബൈ 1 അല്ലേ കോഎഫിഷ്യൻ്റ് വരുന്നത്. സോ 1 വരും. π/4 എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ എടുക്കേണ്ട തീറ്റയുടെ കൂടെയുള്ള കോഎഫിഷ്യൻ്റാണ് ഡിവൈഡഡ് ബൈ നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ ഇവിടെ 1/2 ഇൻറ്റു കോസ് 2 തീറ്റ മൈനസ് π/4ൻ്റെ നമ്മൾ നേരത്തെ ചെയ്തു, സൈൻ 2 തീറ്റ മൈനസ് π/4 ഡിവൈഡഡ് ബൈ 2. ദെൻ കോസ് π/4 കോൺസ്റ്റൻ്റ് ആണ്, കോസ് π/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി തീറ്റ 1 ഡി തീറ്റയുടെ തീറ്റ എന്ന് വരും. സോ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. WR³ ബൈ GJ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് π/4 ഇൻറ്റു പ്ലസ് 1/2 ഇൻറ്റു സൈൻ 2 തീറ്റ മൈനസ് π/4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് തീറ്റ ഇൻറ്റു കോസ് π/4. ദെൻ അപ്ലൈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യും, ദെൻ ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലോ കൊടുക്കുക. സോ നമ്മൾ തീറ്റക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു WR³ ബൈ 2EI ഇൻറ്റു ഫസ്റ്റ് നമ്മൾ തീറ്റക്ക് π/2 അപ്പർ ലിമിറ്റ് π/2 ആണ്, അത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുക. ദെൻ മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ദെൻ അതിന് ശേഷം എല്ലാ ടേംസിലും π/2 അപ്ലൈ ചെയ്തതിന് ശേഷം മൈനസ്
നെക്സ്റ്റ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള π/4 അപ്ലൈ ചെയ്യാം. സോ തീറ്റ ഇവിടെ π/2 അപ്ലൈ ചെയ്യുമ്പോൾ തീറ്റയ്ക്ക് നമ്മൾ π/2 കൊടുക്കുക. സോ π/2 ഇൻറ്റു cos π/4 അതാണ് ഈ ടേം. ദെൻ നെക്സ്റ്റ് നമുക്ക് 1/2 ഈ 1/2 കോമൺ എടുത്തു. ദെൻ സൈൻ ഇൻറ്റു 2 ഇൻറ്റു തീറ്റയ്ക്ക് π/2 കൊടുത്തു. സൈൻ ഇൻറ്റു 2π/2 മൈനസ് π/4. സോ രണ്ട് ടേംസാണ് ഇവിടെ വരുന്നത്. രണ്ടിലും അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഞാൻ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റ് π/4 ആണ്. സോ π/4 ഇൻറ്റു cos π/4 മൈനസ് സൈൻ ഇൻറ്റു 2π/4 മൈനസ് π/4 വരും. ഓക്കെ, അപ്പർ ലിമിറ്റ് ഈ ടേംസ് മുഴുവൻ അപ്പർ ലിമിറ്റ് ആണ്. ദെൻ ഈ ഒരു ടേംസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ ഫസ്റ്റ് ടേമിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത്. ഇനി സെക്കൻഡ് ടേം എടുക്കുക. സെക്കൻഡ് ടേമിൽ കോമൺ ആയിട്ടുള്ള WR3/GG നമ്മൾ ഔട്ട് സൈഡിൽ എഴുതി. ദെൻ ഇവിടെ ഫസ്റ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് π/2 അപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ π/2 മൈനസ് സൈൻ π/2 ദെൻ മൈനസ് സൈൻ π/2 മൈനസ് π/4 പ്ലസ് 1/2 ഇൻറ്റു സൈൻ 2 ഇൻറ്റു π/2 മൈനസ് π/4 ഹോൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് π/2 ഇൻറ്റു കോസ് π/4 ആ ഒരു ടേമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ മൈനസ് ലോവർ ലിമിറ്റ് വരുന്നത് π/4 ആണ്. സോ ഇവിടെ π/4 മൈനസ് സൈൻ π/4 മൈനസ് സൈൻ π/4 മൈനസ് π/4 പ്ലസ് 1/2 ഇൻറ്റു അഗെയിൻ ഉള്ളിലൊരു 1/2 ഇൻറ്റു സൈൻ 2π/4 മൈനസ് π/4 പ്ലസ് π/4 ഇൻറ്റു കോസ് π/4 അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും രണ്ട് ടേംസിനകത്തും ഫസ്റ്റ് ടേം നമ്മുടെ എമ്മിൻ്റെ ടേമിലും ടോർഷണൽ മൊമെൻറ്റ് ടീൻ്റെ ടേമിലും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. ഇനി നമുക്കിതെല്ലാം വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, π/2 ഇൻറ്റു π/2 എന്ന് പറഞ്ഞാൽ π/2 എന്നുള്ള ടേം, ദെൻ കോസ് π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അങ്ങനെ നമുക്ക് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷനെ റെഡ്യൂസ് ചെയ്യാം. ദെൻ ഇവിടെ 2π/2 മൈനസ് π/4 വരും. ദാറ്റ് ഈസ് സൈൻ പൈ മൈനസ് സൈൻ π/4 ഇൻറ്റു 1/2 ചെയ്യുക. അങ്ങനെ എല്ലാ ടേംസും നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആ വാല്യൂസ് എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. എല്ലാ ടേംസിനും നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ π/2 ഇൻറ്റു കോസ് π/4 1/√2 ദെൻ 1/2 ഇൻറ്റു സൈൻ 2π/2 മൈനസ് π/4 നമുക്ക് ചെയ്യുമ്പോൾ 1/2 കിട്ടും. ദെൻ നെക്സ്റ്റ് ടേം മൈനസ് π/4 ഇൻറ്റു കോസ് π/4 ആയിരുന്നു. അതാണ് ഈ ഒരു ടേം മൈനസ് π/4 ഇൻറ്റു 1/√2 ദെൻ പ്ലസ് 1/√2. സോ നമ്മുടെ ഫസ്റ്റ് ടേം കഴിഞ്ഞു. സെക്കൻഡ് ടേമിനകത്ത് വരുന്നത് WR3/GJ ദെൻ π/2 മൈനസ് സൈൻ π/2 സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1/√2 സൈൻ π/2 1 ആണ്. സൈൻ 91 ദെൻ ഹിയർ നമുക്ക് സൈൻ π/4 വരും. ദാറ്റ് ഈസ് 1/√2 ദെൻ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ 2π/2 മൈനസ് π/4 അതാണ് ഇവിടെ 1/2 ഇൻറ്റു 1/2√2 ദെൻ പ്ലസ് π/2 ഇൻറ്റു 1/√2 ദെൻ നെക്സ്റ്റ് നമ്മൾ π/4 മൈനസ് സൈൻ π/4 എന്ന് പറഞ്ഞാൽ 1/√2 ദെൻ സൈൻ π/4 മൈനസ് π/4 വരുമ്പോൾ സൈൻ 0 വരും 0. ഇതാണ് ഈ ടേം π/4 മൈനസ് 1/√2 മൈനസ് 0 ദെൻ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ 2π/4 മൈനസ് π/4 അതാണ് ടേം 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/√2 ദെൻ പ്ലസ് π/4 ഇൻറ്റു കോസ് π/4 എന്ന് പറഞ്ഞാൽ 1/√2. അങ്ങനെ എല്ലാ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എഴുതാം. ഇനി ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. സോ ഈ ഒരു ടേം മുഴുവൻ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 0.2776 WR3/EI ആൻഡ് ഈ ഒരു സെക്കൻഡ് ടേം മുഴുവൻ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് മൈനസ് 0.063 WR3/GJ. So the deflection, vertical deflection at the free end is delta is equal to 0.2776 WR3/EI minus 0.063 WR3/GA. So this is our answer. Okay. So ഈ പ്രോബ്ലം എല്ലാവരും നോക്കിയിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.